അത് പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന്, പരിസരങ്ങൾ വളരെ വൃത്തിയായി സൂക്ഷിക്കാനും അതോടൊപ്പം തന്നെ ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് ചികിത്സ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രിയിൽ അതിന്റെ കൂടുതൽ കിടക്കയും സംവിധാനങ്ങളും ഒരുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലൊക്കെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മരുന്നുകൾ നൽകാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട പല രോഗങ്ങളും തടയുന്നതിൽ ലോക്കൽ ബോഡിയുടെ സേവനം ആവശ്യമാണ്. ഈ വൃത്തിയില്ലാത്ത പരിസരമാണ് പലപ്പോഴും പല രോഗങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ കൂടെ വിളിച്ചു ചേർത്ത് വിപുലമായിട്ടൊരു യോഗം ഈ ആഴ്ച തന്നെ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം ഇന്നലെ നടപ്പിലാക്കിയപ്പോൾ അത് മന്ത്രിമാരെ അറിയിച്ചില്ലെന്നൊരു ആക്ഷേപം ഒരു വശത്ത് വരുന്നുണ്ട്. അതിൽ എന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അത് ആക്ഷേപം പറയേണ്ട ആവശ്യമില്ല. എബോളയെക്കുറിച്ച് അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതിന്റെ ഈ രോഗത്തും ഇതുവരെയായിട്ട് ഇന്ത്യയിൽ ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വിദേശത്ത് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലെ 4 എയർപോർട്ടുകൾ ഉള്ളതിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഇതിന്റെ ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ വിദേശത്ത് നിന്ന് എത്തുന്ന യാത്രക്കാരിൽ ആർക്കെങ്കിലും തുടർച്ചയായിട്ടുള്ള ചുമ, പനി, വയറിളക്കം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ടവരെ DMOമാരെ അറിയിച്ചുകൊണ്ട് ബദൽ സംവിധാനം ഉണ്ടാക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു പ്രയാസം എന്ന് പറയുന്നത്, ഈ രോഗത്തിന് ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ സാധാരണ ഒരു ചുമയും ഇതൊക്കെയായിട്ടാണ് പ്രത്യക്ഷത്തിൽ കാണുക. ചിലപ്പോൾ പനിയുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് 4-ാം ദിവസം മുതൽക്കാണ് ഇതിന്റെ വ്യാപ്തി കൂടുക. 12-ാം ദിവസം മരണം. അതാണ് ഇതിന്റെ ഈ രോഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ ഈ വയറിളക്കം, രക്തം കലർന്നിട്ടുള്ള മലം പോകുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ തുറമുഖങ്ങളിലും എയർപോർട്ടുകളിലും സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിലും സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റ് സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല. എങ്കിലും വിദേശത്ത് വരുന്ന യാത്രക്കാരെ കൂടുതൽ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാകും. അതിന്റെ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ടാൽ അത് സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ആരാണെങ്കിലും അല്ല, കുറ്റക്കാരാണെന്ന് കണ്ട ആരെയും സംരക്ഷിക്കില്ല. ദേവന്റെ സ്വത്തിൽ കൈയിട്ട് വാരുന്ന ഒരാളും ഏത് പാർട്ടിയാണെങ്കിലും ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്ത് സ്വീകരിക്കും. ഏതാ? തീർച്ചയായും എല്ലാ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിന്റെ ഞാനിന്നൊരു പത്രത്തിൽ വായിച്ചു. അതെല്ലാം സ്വാഗതാർഹമാണ്. അതനുസരിച്ച് ഞാൻ മെഡിക്കൽ കോളേജുകളും സന്ദർശിക്കുന്നുണ്ട്. രോഗികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ സംഖ്യ വർദ്ധിപ്പിക്കുക, അതാണ് ഞങ്ങളുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. കാരണം പല ഡോക്ടർമാർക്കും ഈ ഡോക്ടർമാരുടെ എണ്ണം കുറവായതുകൊണ്ട് വേണ്ടത്ര അവർക്ക് ചിലപ്പോൾ ജാഗ്രത കിട്ടില്ല. അത് എല്ലാവർക്കും പതിവാണ്. ഇപ്പം ഞങ്ങൾക്കും ഒരുപാട് വിസിറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊതുപ്രവർത്തകരുടെ മൂടും തെറ്റുമല്ലോ. അത് ആവർത്തിക്കാതിരിക്കാൻ ഡോക്ടർമാരുടെ പോസ്റ്റുകൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്ന ഞങ്ങളുടെ നയമാണ്. അതിൽ വെള്ളം ചേർക്കാൻ സാധ്യമല്ല. തിരുവനന്തപുരത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജും ഹരിപ്പാട് മെഡിക്കൽ കോളേജും അത് ഞങ്ങൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും.